അങ്ങനെ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ജംഷഡ്പൂർ എഫ് സി മാച്ച് ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിദ് ജമീൽ വന്നതിന് ശേഷം ജംഷഡ്പൂർ കളിച്ചിട്ടുള്ള മിക്ക ടൂർണമെന്റിലും ഒരു സെമി ഫൈനൽ സ്റ്റേജിലെങ്കിലും അവർക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ എത്തിയിരുന്നു. ഇത്തവണ ISLന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത് നോർത്ത് ഈസ്റ്റിനെ തന്നെ പരാജയപ്പെടുത്തിയാണ് ഇതാ മറ്റൊരു സൂപ്പർ കപ്പിൽ കൂടി സെമി ഫൈനലിൽ എത്താൻ ജംഷഡ്പൂർ എഫ് സിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ അലാദീൻ അജാരി അല്ലെങ്കിൽ നെസ്റ്റർ അങ്ങനെ ഒരുപാട് ജിതിൻ എംഎസ് തുടങ്ങിയിട്ടുള്ള ഗില്ലമ്മ പോലത്തെ താരങ്ങൾ അവർ അറ്റാക്കിംഗ് ഇതിലുണ്ട്. തീർച്ചയായിട്ടും വളരെ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു മത്സരത്തിന്റെ ഒരു 12ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഒരു ഷോട്ട് ടാർഗറ്റ് വരുന്നത്. അത് അലാദീൻ അജാരിയുടെ ഒരു ഫ്രീ കിക്ക് ഇൻസിഡന്റ് ആണ്. അതൊരു അടിപൊളി ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ അടിപൊളി ഒരു ഫിംഗർ ടിപ്പ് സേവ് ആൽബിനോ നടത്തി പിന്നീട് പോസ്റ്റിൽ തട്ടിയാണ് പോയത്. അതിന് തൊട്ടടുത്ത മൊമെന്റിൽ സിവേറിയുടെയും ഒരു നല്ല ഷോട്ട്, ലോങ് റേഞ്ച് ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ആൽബിനോയുടെ ഒരു ലോങ് കിക്ക് പിന്നീട് ജോതമുറ ഹെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു അവസരമാണ്. സോ ശേഷം അങ്ങനെ ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും ആദ്യത്തെ പകുതിയിൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ആദ്യ പകുതിയിൽ തന്നെ 4 ഷോട്ട് ഓൺ ടാർഗറ്റ് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി രണ്ട് ടീമുകളും കൂടുതൽ അറ്റാക്കിങ് ഇതിലേക്കൊക്കെ വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ ഡിഫെൻസീവ്ലി രണ്ട് ടീമുകൾ നന്നായിരുന്നു. ഗോൾ കീപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ അവെയർ ആയിരുന്നു. അതുകൊണ്ട് ഗോളുകളൊന്നും പോയില്ല. 0-0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മത്സരം വന്ന് അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം പെനാൽറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും ജംഷഡ്പൂർ എഫ് സിക്ക് അവിടെ കൃത്യമായിട്ടുള്ള ആനുകൂല്യമുണ്ട്. കാരണം ഗോൾ വല കാക്കുന്നത് ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന പെനാൽറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. പക്ഷേ ആ പെനാൽറ്റി എക്സ്പേർട്ടിന് പ്രത്യേകിച്ച് ഷൂട്ടൗട്ടിലൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കാരണം രണ്ട് പെനാൽറ്റികളാണ്, അതായത് ഗുല്ലോമോടെയും അതുപോലെ സബാക്കോടെയും രണ്ട് പെനാൽറ്റികളാണ് പുറത്തേക്ക് പോകുന്നത്. ഒന്ന് പോസ്റ്റിലിടിച്ച് ഒന്ന് പുറത്തും പോകുന്ന സാഹചര്യത്തിലേക്ക് ആദ്യത്തെ 2 എന്നാൽ ജോർദൻ മുറയും ആദ്യത്തെ ഒരു പെനാൽറ്റി മിസ് ചെയ്തു. അങ്ങനെ ഒരു ആൽബിനോ അങ്ങനെ പ്രത്യേകിച്ച് സേവം നടത്താതെ മുന്നോട്ട് പോകുമെന്നുള്ള സാഹചര്യത്തിലാണ് സ്റ്റീഫൻ എസ്സെ അവസാനത്തെ പെനാൽറ്റി കിക്ക് മിസ്സാക്കുന്നത്. അങ്ങനെ സഡൻ ഡെത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവസാനം എഗെയിൻ അഷീർ അക്തർ ഒരു സേവ് പോലും ആൽബിനോയ്ക്ക് കൊടുക്കാണ്ട് പുറത്തൊക്കെ അടിച്ചു കളഞ്ഞു. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് ജംഷഡ്പൂർ എഫ് സി സെമി ഫൈനൽ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള 2 പരിശീലകരുടെ മത്സരമായിരുന്നു. അവരുടെ മിക്ക പ്ലേയേഴ്സും അവൈലബിൾ ആയിരുന്നു. ഇപ്പം വിദേശ താരങ്ങൾ ഒക്കെ അടക്കം എല്ലാവരുടെയും ഒരു ടീമിൽ 6 വിദേശ താരം മറ്റു ടീമിൽ 5 വിദേശ താരമൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ സ്കോഡൊക്കെ കൊണ്ട് തന്നെ കളിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ്. ഗോളുകൾ വന്നില്ലെങ്കിൽ കൂടി എന്നുള്ളത് ഞാൻ നിസ്സംശയം പറയും. എന്താണെങ്കിലും മുംബൈ സിറ്റി എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലാണ് സെമി ഫൈനലിൽ നേരിടാൻ പോകുന്നത്. 2ാം സെമി. എന്നാൽ ആദ്യത്തെ സെമിയിൽ FC ഗോവയും മോഹൻ ബഗാനും തമ്മിൽ കളിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് അവസാനിക്കുമ്പോൾ ഒരു സഡൻ ഡെത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും കമ്പോസിറ്റ് സൈനിങ് ഓഫ്.